അങ്ങനെ അഞ്ഞൂറാന്റെ കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കള് തന്നെ മതി. പൊട്ടക്കര പടക്കം പൊട്ടട്ടെ. ഇതിനകത്ത് എങ്ങനെ നീ കാലുകുത്തിയുണ്ടല്ലോ, പിന്നെ നേരെ ഇവിടെ പോവില്ല. കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ചൊവ്വേ പോണമെന്നില്ല. എടാ, നിന്റെ അച്ഛന്റെ ചട്ടപ്പിത്തനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ, നീ എന്ത് വിചാരിച്ചിട്ട് വന്ന് നിൽക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നൊന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടറി. ഇറങ്ങി വാ മാലു, ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. മോളെ, മോളെ, എന്ത് കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറാം. കൊച്ചേട്ടാ, ഞാൻ അഞ്ഞൂറാന്റെ കുടുംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ ഞാൻ വരുവടാ, ഇനിയും വരുവടാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോകണോ? തൃപ്തിയായല്ലോ, അമ്മയ്ക്ക് മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ.